ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ദുൽഖർ സൽമാന്റെ സിനിമയായ ലോക ചാപ്റ്റർ, ആ ലോക ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ട്, ലോക ചാപ്റ്റർ 2, അതിൻ്റെ ഒരു ടീസർ റിലീസായിട്ടുണ്ട്. കടുത്ത വിമർശനം, അല്ലെങ്കിൽ രൂക്ഷ വിമർശനം എന്നൊക്കെ പറയണ പോലെ ഒരു തലക്കിൽ രൂക്ഷ വിമർശനം, മറ്റൊരു തലക്കൽ അതിനെ എന്താ പറയാ, അതിൻ്റെ ആ ഒരു മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ, അതിനെ പ്രശംസിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ടുള്ള ഒരു സെക്ഷൻ അഭിപ്രായങ്ങളും ഉണ്ട്. അപ്പൊ രണ്ട് രീതിയിൽ അതിന് ആ സിനിമയുടെ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടും, അല്ലെങ്കിൽ അതിനെ ആശംസിച്ചു കൊണ്ടും, അല്ലെങ്കിൽ അതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ പ്രശംസിച്ചുകൊണ്ട് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ തിരക്കിൽ അതിനെ രൂക്ഷം വിമർശിച്ചുകൊണ്ട്, അതിനെ നെഗറ്റീവ് അടിച്ചുകൊണ്ടുള്ള ഒരു സെക്ഷൻ വേറെയുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മേക്കിംഗ് നോക്കുമ്പോൾ, ആ ടീസറിൻ്റെ മേക്കിംഗ് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് ആണ്. കാരണം അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ലോക ചാപ്റ്റർ 1 കണ്ടു കഴിഞ്ഞതാണ് നമ്മൾ. അടുത്തത് ലോക ചാപ്റ്റർ 2 ആണ്. അതിൽ ടോബിനോ ചാത്തനായിട്ടുള്ള ആ ഒരു മെയിൻ കഥാപാത്രം, അല്ലെങ്കിൽ ആ ഒരു മെയിൻ ക്യാരക്ടർ, ആ ഒരു ഐറ്റം ആയിട്ടാണ് അടുത്ത ലോക ചാപ്റ്റർ 2 വരുന്നത്. അപ്പോ അതിൽ ഒടിയനായിട്ട് നമ്മുടെ ദുൽഖർ സൽമാനുണ്ട്. ഒടിയൻ നമ്മൾ പിന്നെ ലാലേട്ടന്റെ സിനിമ കണ്ടതാണ്. പക്ഷെ അതുപോലെയല്ല ഒടിയൻ വരുന്നത്. കാരണം ലോക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ യൂണിവേഴ്സിൽ അതിന്റെ ലെവല് വേറെ ലെവലാണ്. ഏത് ലെവല്? അതിന്റെ ലെവല് വേറെ ലെവലാണ്. അപ്പോൾ പലരും ഒടിയനുമായിട്ട്, നമ്മൾ ലാലേട്ടൻ്റെ ഒടിയനുമായിട്ടുള്ള കമ്പയറിങ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചാത്തൻ, പല മറ്റേ മൈ ഡിയർ കുട്ടിച്ചാത്തൻ, ആ ചാത്തൻ ഈ ചാത്തൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ലെവലുകളും മുന്നേ ഇറങ്ങിയിട്ടുള്ള ആ സിനിമയുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഏത് സിനിമയായിട്ട് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെ ഇത് ഈ ചാത്തനും ഒടിയനും മറുതയും മാടനൊക്കെ എന്ന് പറഞ്ഞ പോലെ അതെങ്ങനെ ഇന്നത്തെ കാലത്ത് എങ്ങനെ ഈ യുഗത്തിൽ എങ്ങനെയായിരിക്കും എന്നാണ് അവർ നമുക്ക് കാണിച്ചു തരുന്നത്. കാരണം അതൊരു വൈറസ് രൂപത്തിലാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോരോ അഭിപ്രായങ്ങളും ആകാംക്ഷകളും അത്ഭുതങ്ങളും എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പൊ പല രീതിയിലും പല രൂപത്തിലും പല ഭാവത്തിലുമാണ് ഈ സിനിമ ലോക ചാപ്റ്റർ, അല്ലെങ്കിൽ ലോക എന്ന സിനിമ. അതൊരു യൂണിവേഴ്സൽ മൂത്തോനായിട്ട് മമ്മൂട്ടി വരുന്നുണ്ട്, മമ്മൂക്ക വരുന്നുണ്ട് മൂത്തോനായിട്ട്. അതിന്റെ ഒരു കാര്യങ്ങളും അതുപോലെ ചർച്ചകളൊക്കെ ഓൾറെഡി ഉണ്ട്. പക്ഷേ ഇതിൽ ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-ാം ഭാഗം, 2-ാം ഭാഗം, 3-ാം ഭാഗം, 4-ാം ഭാഗം, 5-ാം ഭാഗം, 5 പാർട്ടായിട്ടാണ് ഈ സിനിമ വരുന്നത്. അപ്പോൾ 1-ാം പാർട്ട് കഴിഞ്ഞു. കല്യാണി പ്രിയദർശൻ, അത് കല്യാൺകാട്ട് നീലിയായിട്ട് നമ്മൾ കണ്ടതാണ്. 300 കോടി കഴിഞ്ഞ ഈ സിനിമ നേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസനീയമാണ്. പക്ഷേ അവിശ്വസനീയമാണ്. പക്ഷേ അത് വിശ്വസിച്ചേ പറ്റൂ. കാരണം കേരളം കണ്ട ഏറ്റവും വലിയ കളക്ഷനാണ് ലോക ചാപ്റ്റർ 1 നേടിയെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? ഒരു 30 കോടി ഇറക്കിയ മുതൽ കൊണ്ട്, ഒരു 30 കോടി കൊണ്ട് ഇറക്കിയ സിനിമ ഇന്ന് 300 കോടി കവിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ പവർ വേറൊന്നുമില്ല. അത് മാത്രമല്ല, അതിന്റെ ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 2 ഒക്കെ അതിന്റെ ഓരോരോ കാര്യങ്ങൾ, അതിന്റെ വലിയൊരു തിരക്കഥ അല്ലെങ്കിൽ കഥ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഓൾറെഡി റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷമാണ് അത്ര ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തന്നെ തുടങ്ങിയത്. അപ്പൊ അതിന്റെ ടീസർ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ആ ടീസറൊക്കെ അവർ മുൻകൂട്ടി തന്നെ എന്ത് ചെയ്തിരിക്കണം, പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കണം. വളരെ രഹസ്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഓൾറെഡി അവർ കംപ്ലീറ്റ് കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവരിതിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. കാരണം അതിൻ്റെ മേക്കിങ്ങും അതിൻ്റെ കഥയും അതുപോലെ തന്നെ ജനങ്ങളിലേക്ക് എങ്ങനെ ഇത് ചെയ്തു കൊടുക്കാം, ജനങ്ങളിലേക്ക് എങ്ങനെ ഇതിനെ പ്രയോഗിക്കാം, ഈ അസ്ത്രം എങ്ങനെ ജനങ്ങളിലേക്ക് പ്രയോഗിക്കാം എന്ന് ഓൾറെഡി അവർ തീരുമാനിച്ച് ഒരു ഉറപ്പിച്ച് അതിൻ്റെ ഏകദേശം ഒരു കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ലോക അവർ ചിത്രീകരണം തുടങ്ങിയത്. കാരണം ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പലരെയും സമീപിച്ചു എന്നൊക്കെ ഇപ്പോൾ ന്യൂസുകൾ പല രീതിയിൽ വരുന്നുണ്ട്. പക്ഷേ നേരാണോ നുണയാണോ എന്ന് അറിയില്ല. കാരണം ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാലാണെന്നൊക്കെ പറഞ്ഞ പോലെ പല രീതിയിൽ പല റൂമറുകൾ
ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ദുൽഖർ സൽമാൻ ഈ ചെയ്ത് കാണിച്ചത് ഒരു എന്താ പറയാ, ഒരു ചങ്കൂറ്റം തന്നെയുണ്ട്. ഇപ്പൊ ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പല രീതിയിലാണ് ദുൽഖറിൽ വരുന്നത്. കാരണം ഇപ്പൊ അടുത്ത് കാറൊക്കെ പിടിച്ചോണ്ടിരുന്ന ഒരു സെക്ഷൻ വേറെ, പല രീതിയിൽ പല രൂപത്തിൽ പല ഭാവത്തില് എന്താണ് ഇതൊക്കെ അതിൻ്റെതാണോ ഇതിൻ്റെതാണോ അപ്പുറത്താണോ ഇപ്പുറത്താണോ ഒരു യാതൊരു വിധ ലാ ഹൗല വലാ ഖുവത എന്ന് പറഞ്ഞ പോലെ, ലാ ഹൗല വലാ എന്ന് പറഞ്ഞ പോലെ യാതൊരു വിധമില്ല. ഒരു ഹലാക്കിന്റെ ഔലൂസും കഞ്ഞി എന്നൊക്കെ പറയില്ലേ, ചക്ക എന്ന് പറഞ്ഞ മാങ്ങ, മാങ്ങ എന്ന് പറഞ്ഞ തേങ്ങ, തേങ്ങ എന്ന് പറഞ്ഞ ഒലക്ക, ഹൗന്റെ ഹലാക്കിൽ ഔലൂസും കഞ്ഞി എന്നൊക്കെ പറഞ്ഞ പോലെ അന്ന പോലത്തെ ഒരു കഥാഗതിയിലും ഒരു യാതൊരു വിധ അന്തം വിട്ട പെരിച്ചായി ബന്ധം വിട്ട മാടെന്നൊക്കെ പറഞ്ഞ പോലെ ഒരു തുമ്പില്ല വാലുമില്ല എന്ന് പറഞ്ഞ പോലെ ചങ്കില്ലാത്ത ചെങ്ങായി എന്നൊന്നും പറയരുതിട്ട. അത് വേറെ ലെവലായി മാറും. അപ്പൊ എന്നിരുന്നാലും ഒന്നും മനസ്സിലാവാത്ത എനിക്കും ഈ ഒരു കാര്യം മനസ്സിലാവാതെ നിങ്ങൾക്കുമായിട്ട് ഞാൻ എന്താ പറയാന്നൊരു ലെവലും ഇല്ല, ലെക്കും ഇല്ല, ലെവലും ഇല്ല എന്നല്ല എന്റെ കൊമ്പങ്കാട് പോയാ. അപ്പോ അങ്ങനെയാണ് നമ്മളെ കാര്യങ്ങൾ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു തിരിച്ചാല് ഈ ലോക ചാപ്റ്റർ 1 ഇറങ്ങി വന്നു. ഇനി അടുത്ത ലോക ചാപ്റ്റർ 2. ലോക ചാപ്റ്റർ 2 പറ്റിയിട്ട് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ, എന്ത് അഭിപ്രായങ്ങളുണ്ടായാലും അടുത്ത 200 കോടി അടിക്കുന്നുള്ളത് 100% ഉറപ്പാണ്. 300 കോടി എന്നൊന്നും ഒരിക്കലും പറയുന്നില്ല, പക്ഷേ 200 കോടി അത് അടിക്കും. കാരണം അതിന്റെ ലെവലും മേക്കിംഗ് അതിന്റെ ടീസർ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല എന്റെ പൊന്നാര ചെങ്ങന്മാരെ എന്താ കാട്ടിക്കൂട്ടിയുള്ളത്. അയ്യോ, ഇങ്ങനത്തെ ഒരു ലെവലിൽ ഇനി ചെയ്യാനില്ല. കാരണം 100 കോടി 200 കോടിയൊക്കെ മുതൽ മുടക്കിയിട്ട് സിനിമ ചെയ്യുമ്പോൾ ഈ മലയാളക്കരയിലെ മലയാളത്തിന്റെ സുന്ദരമായ ഓരോരോ കഥകളും കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞ് അതൊന്നും അല്ല. പക്ഷേ മലയാളക്കരയിൽ 30 കോടി കൊണ്ട് ബഡ്ജറ്റിൽ സിനിമ ചെയ്തിട്ട് 300 കോടി നേടിയെന്ന് പറഞ്ഞാൽ അതൊരു ചരിത്രം, സംഭവ ബഹുലമായ ചരിത്രം തന്നെയാണ്. വളച്ചു നീട്ടിയാലും ചുരുക്കി പറഞ്ഞാലും എന്ത് ഹലാക്കിന്റെ ഔലൂസും കഞ്ഞായാലും 300 കോടി എന്നൊക്കെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു ഭാഗ്യം, അല്ലെങ്കിൽ അതിനൊക്കെ ഒരു പ്രയത്നം. ആ സിനിമയുടെ ലെവല് എന്ന് പറഞ്ഞാൽ ചില്ലറ ലെവലല്ല. കല്യാണി പ്രിയദർശൻ ആരായി മാറി? കല്യാണി പ്രിയദർശൻ തന്നെ വേറെ ലെവലായി മാറി. കല്യാണി പ്രിയദർശന്റെ റേഞ്ച് തന്നെ മാറി. കാരണം മോളിവുഡ് അല്ലെ ഹോളിവുഡ് അല്ലെ ബോളിവുഡ് അല്ലെങ്കിൽ ടോളിവുഡ്, ഏത് ലെവല് നോക്കിക്കഴിഞ്ഞാലും കല്യാണി പ്രിയദർശന്റെ റേഞ്ച് മാറി. മലയാള സിനിമാ നായികമാരിൽ ഒരു സൂപ്പർ സ്റ്റാർ ആയി മാറിയാര് കല്യാണി പ്രിയദർശൻ. ചില്ലറ സ്റ്റെപ്പാണോ ഈ കല്യാണി പ്രിയദർശൻ കിട്ടിയത്? മഞ്ജു വാര്യർ ഇപ്പൊ ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോൾ അത് മഞ്ജു വാര്യർ നമ്മൾ മലയാളത്തിൽ ഫസ്റ്റ് തന്നെ പറയുക. ഇന്ന് എന്തായി മാറി? അത് ലേഡി സൂപ്പർ സ്റ്റാർ. ആ പദവിയിലേക്ക് കല്യാണി പ്രിയദർശൻ മാറി. കല്യാണി പ്രിയദർശന്റെ റേഞ്ച് മാറി. അത് ലോക എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ അഭിനയമാണ്. അഭിനയത്തിന്റെ കാര്യത്തിൽ കല്യാണി പ്രിയദർശൻ നോ കോംപ്രമൈസ് ആണ്. കാരണം അത് ലോക കണ്ട എല്ലാവർക്കും അറിയാം, കല്ലിയങ്കാട്ട് നീലിയായിട്ട് അഭിനയിച്ച കല്യാണി പ്രിയദർശൻ. അതുപോലെ തന്നെ കല്യാണി പ്രിയദർശന്റെ ചെറുപ്പകാലം അഭിനയിച്ച കുട്ടി, ഒന്നും പറയാനില്ല. എന്താ ഫൈറ്റ്! കളരി അഭ്യാസി, അതുപോലെ അച്ഛൻ കളരി അഭ്യാസിയാണ്, അതുപോലെ കളരി പഠിപ്പിക്കുന്ന ആളാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു കുട്ടിയൊക്കെ ഇത്ര ലെവലിലേക്ക് ഫൈറ്റ് ഒക്കെ ചെയ്തിട്ട് എന്താ പറയാ, ആ കുട്ടീനെ പ്രശംസിക്കുക തന്നെ വേണം. കാരണം വേറെ ലെവലാണ്. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ലോക ചാപ്റ്റർ 2. ടോവിനോ മെയിൻ കഥാപാത്രം, അതിൽ ദുൽഖറുണ്ട്. ഓടിയൻ നേരത്തെ പറഞ്ഞ പോലെ. അതുപോലെ തന്നെ ഇത്ര ചാത്തന്മാരെ ഒരു മാമാങ്കം എന്നൊക്കെ പറയൂലേ, ചാത്തന്മാരെ ഒരു മാമാങ്കം തന്നെയാവും ഈ ചാപ്റ്റർ 2 ലോക വരുന്നത്. കാരണം അതിന്റെ ടീച്ചറിലൊക്കെ ഓൾറെഡി വെല്ലുവിളിക്കണം, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നതൊക്കെ കണ്ടു. ഹിറ്റ്ലർ, മുസോളിനി എന്നൊക്കെ പറഞ്ഞ പോലെ പല രൂപങ്ങളും പല ഭാവങ്ങളും പല പല സൂചനകളാണ് ലോക ചാപ്റ്റർ 2 തരുന്നത്. അത് കഴിഞ്ഞാൽ ലോക ചാപ്റ്റർ 3 മൂത്തോൻ, അതുപോലെ തന്നെ അതിന് ശേഷമുള്ള ബാക്കിയുള്ള ഒരു മഹാ യൂണിവേഴ്സലിന്റെ പല ഭാഗങ്ങളും പല പാർട്ടുകളുമാണ് ഇനി കാണാൻ പോകുന്ന പൂരത്തിന്റെ എന്താ അറിയണ്ട, അതിനെ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അത് കണ്ടറിയുമ്പോഴാണ് അതിന്റെ ഫീലും അതിന്റെ എഫക്റ്റും അതിന്റെ എന്താ പറയാ ഒരു ഹലാക്കിന്റെ ഔലൂസ് അതന്നെ. അപ്പൊ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റ, ബൈ ബൈ, സീ യു.